മടിയൻകൂലും കലശോത്സവം അടോട്ട് കളരിയിൽ ഓലകൊത്തൽ ചടങ്ങ് നടന്നു. തെക്ക് തൃക്കരിപ്പൂർ ഒളവറപ്പുഴ മുതൽ വടക്ക് ചിത്താരിപ്പുഴ വരെ അള്ളടമുക്കാദം നാട്ടിനധിപൻ ക്ഷേത്രപാലകനീശ്വരൻ വാഴുന്ന മടിയൻകൂലും കലശോത്സവത്തിന്റെ ഭാഗമായി അടോട്ട് മൂത്തേടത്ത് കുതിര പഴിയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന അടോട്ട് കളരിയിൽ ഓലകൊത്തൽ ചടങ്ങ് നടന്നു. കളരിയിൽ ദീപം വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ആചാരസ്ഥാനികർ കുമണാർ കളരി അവകാശി, കോയ്മ, കൂട്ടായിക്കാർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജയേഷ് കൂട്ടായിക്കാരൻ തെങ്ങിൽ കയറി ഓലകൊത്തിയിട്ടു. നിലത്ത് വീണ ഓലയുടെ ദിശയും കിടപ്പും അടിസ്ഥാനമാക്കി ജന്മഗണേശൻ വിനോദ് കപ്പണക്കാൽ ലക്ഷണം പറഞ്ഞ് വിശദമാക്കി. പിന്നീട് ഓലയ്ക്ക് ചുറ്റും വലം വെച്ച് ആചാരക്കാർ അരിയും കുറിയും ചാർത്തി ഓല പ്രത്യേക രീതിയിൽ കെട്ടിയെടുത്ത് കളരിയിൽ വെച്ചു. കലശത്തിന് ഓല കുത്തിയാൽ പിന്നീട് കലശം കഴിയുന്നതുവരെ കൂലോം പരിധിയിൽ വരുന്ന പ്രദേശത്ത് മരമോ ഓലയോ മുറിക്കാൻ പാടില്ല എന്നതാണ് നാട്ടുവഴക്കം. മീനൻ രാശിയിലാണ് വരുന്നത്. മീനൻ രാശിന്റെ വിഷയത്തിൽ വരുമ്പോൾ ഇവിടെ ശുക്രോദയം, ശനീന്ദ്ര ഉദയം, 2 ബുധൻ, 3 ആദിത്യൻ, 4 വ്യാഴം, 5 ചൊവ്വ, 6 തരാശിയിൽ കേതു, മാന്തി, 11 ചന്ദ്രൻ, 12 രാശിയിൽ രാഹു, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി വരുന്നത്. ശുക്രോദയമുണ്ട്, വ്യാഴം അനുകൂല സ്ഥിതിയുണ്ട്, 4 വ്യാഴം അനുകൂലം പറഞ്ഞിട്ടുണ്ട്. കൊത്തിയെടുത്ത ഓല കലശ ദിവസം 2 പകുത്ത് മെടഞ്ഞ് കൂലോത്തേക്ക് കലശവുമായി പോകുമ്പോൾ മുമ്പേ നടന്ന മാർഗതടസ്സങ്ങൾ നീക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കൂലോത്തെ കലശത്തറയ്ക്ക് മുകളിൽ ഈ ഓലയിട്ടാണ് കലശപ്പന്തൽ ഒരുക്കുന്നത്. മെയ് 23, 24 തീയതികളിലാണ് മടിയൻ കൂലോത്തെ കലശോത്സവം നടക്കുന്നത്. അകത്തെ കലശം 23-ാം തീയതിയും പുറത്തെ കലശം 24-ാം തീയതിയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.